വചനം 12. വാക്കർത്ഥം. ഇന്നലദൈന, നിശ്ചയമായും നമ്മുടെ അടുക്കലുണ്ട്, അൻകാലൻ, കനത്ത വിലങ്ങുകൾ, ഭാരിച്ച ചങ്ങലകൾ, വജഹീമ, ജ്വലിക്കുന്ന അഗ്നിയും. ഇന്ന ലദൈനാ അൻകാലൻ വജഹീമ, നിശ്ചയമായും നമ്മുടെ അടുക്കൽ കനത്ത വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന അഗ്നിയുമുണ്ട്. വചനം 13. വാക്കർത്ഥം. വത്വആമൻ, ഭക്ഷണവും, ദാ ഗുസ്വത്തിൻ, തൊണ്ടയിൽ കെട്ടുന്നതായ, അടഞ്ഞു നിൽക്കുന്ന, വഅദാബൻ, ശിക്ഷയും, അലീമൻ, വേദനയേറിയ. وطعاما ذا غصة وعذابا أليما, കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനയേറിയ ശിക്ഷയും ഉണ്ട്. വചനം 14. വാക്കർത്ഥം. യൗമ തർജുഫു, വിറകൊള്ളുന്ന ദിവസം, കിടുത്തുപോകുന്ന ദിവസം. അൽ അർളു, ഭൂമി, വൽജിബാലു, പർവ്വതങ്ങളും മലകളും. വക്കാനത്തിൽ ജിബാലു, പർവ്വതങ്ങൾ ആകുകയും, കസീബൻ, മണൽക്കുന്നുപോലെ, മഹീലൻ, അലിഞ്ഞൊഴുകുന്ന, ഉതിർന്നൊലിക്കുന്ന. يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا, ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ അലിഞ്ഞൊഴുകുന്ന മണൽക്കുന്നുപോലെ ആകുകയും ചെയ്യുന്ന ദിവസം അന്നായിരിക്കും അത്. വചനം 12 മുതൽ 14 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഖിയാമത്ത് നാളിലെ സംഭവവികാസങ്ങളെയും ശിക്ഷകളെയുമാണ് ഈ വചനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്. സക്കൂം, ളരീഅ് മുതലായ നരകീയ ഭക്ഷ്യവിഭവങ്ങളെ ഉദ്ദേശിച്ചാണ് തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം എന്നു പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതിനെപ്പറ്റി സൂറത്തുദ്ദുഖാൻ 43-ാം വചനത്തിലും രണ്ടാമത്തേതിനെപ്പറ്റി സൂറത്തു ഗാഷിയ അൽ ഗാഷിയ 6-ലും പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം.